ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വർഷത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ദ സാംസങ് ഗാലക്സി Z Fold 4 നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 3-4 ദിവസം ലേറ്റായി നമ്മുടെ കയ്യിൽ കിട്ടാൻ. ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. ബട്ട് എങ്കിലും എക്സൈറ്റ്മെൻറ്റിന് ഒരു കുറവുമില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് പറയാം ബാക്കി എല്ലാ കാര്യങ്ങളും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാത്ത ഗാലക്സി Z Fold 4 നമ്മൾ ബോക്സ് നേരെ ഓപ്പൺ ചെയ്യുകയാണ്. കട്ട് ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ Z Fold 4 കാണാം. എങ്ങനെയുണ്ട് ഫോൺ? ജസ്റ്റ് നമുക്കിതെടുത്ത് കവറിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഒരു റിയൽ ലുക്ക്, റിയൽ വേൾഡ് ലുക്ക് ഇതാണ്. ഒരു 1.5 പ്രീമിയം മുതലെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാമല്ലേ. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ച അതേപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ലുക്കിൽ തന്നെയാണ് ഫോൺ വന്നിരിക്കുന്നത്. നമുക്കിത് ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്കിതൊന്ന് മടക്കിയാലോ. ഫോൾഡല്ലേ, ഫോൾഡ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇത് ഫോൾഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫോൾഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഞാനും ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാനും ഈ ഫോൺ കയ്യിലോട്ട് എടുക്കുന്നത്. നമ്മളതിൽ എത്തിയിട്ട് കുറച്ച് നേരം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു അൺബോക്സിങ് മാത്രമാണ്. എൻ്റെ ശരിക്കുള്ള ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വരും ദിവസങ്ങൾ നമ്മൾ റിവ്യൂ ആയിട്ട് ചെയ്യാം. സോ ഇവിടെ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഗാലക്സി Z Fold 4. ഇതിൽ സ്പെക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരു ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ട് ആയിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അളവുകൾ വളരെ ചെറുതാണ്, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല എന്നാണ് ഞാൻ സ്പെക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ കറക്ഷൻ, കയ്യിൽ പിടിക്കുമ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അത്ര കണ്ടൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ വെയിറ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ 271 ഗ്രാം ആയിരുന്നു Z Fold 3ക്ക്. 263 ഗ്രാമാണ് ഫോൾഡ് 4ലേക്ക് വരുമ്പോൾ. കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അത് കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. തിക്നെസ് മടക്കി വെച്ചിരിക്കുമ്പോൾ 14.4 ആയിരുന്നു, ഇപ്പോൾ 14.2 ആയി. ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ഫോൾഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്നപ്പോഴത്തെ തിക്നെസ് എന്ന് പറയുന്നത് 6.4 ആയിരുന്നു, 6.3 ആയിട്ടുണ്ട്. ഒരു ചെറിയ വ്യത്യാസം എല്ലായിടത്തും വന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം കയ്യിൽ ഫീൽ ചെയ്യുന്നു. ഇത് രണ്ടും ഉപയോഗിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇത്തിരി കംഫർട്ടബിൾ ആയിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു ഫോൺ. ലുക്ക് ആൻഡ് ഫീലും കയ്യിൽ ഹോൾഡ് ചെയ്യാനുള്ള മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇത്തിരി ഇമ്പ്രൂവ് ആയിട്ട് തന്നെയാണ് ഫോൾഡ് 4 വന്നിരിക്കുന്നത്. ഇനി ഈ ബോക്സിൽ വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അവിടെ കാണാം. ഒരു ടൈപ്പ് C to C കേബിൾ വരുന്നുണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷൻ, അതേപോലെ ഒരു സിം ടൂൾ. ഇത്രയുമാണ് ബോക്സിലെ ബാക്കിയുള്ള ആക്സറീസ്. ചാർജർ ഒന്നുമില്ല. IPX8 വാട്ടർ സംവിധാനമൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഉള്ളിലത്തെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. 7.6 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്, 2K ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. മനോഹരമായ ഡിസ്പ്ലേ ആണ്. ഇതേ സൈസ് തന്നെയാണ് നമ്മുടെ ഫോൾഡ് 3യിലും ഉണ്ടായിരുന്നത്. സോ സൈസ് സെയിം ആണ്. ബട്ട് ബോർഡേഴ്സ് ഒക്കെ കുറേ അധികം നന്നായിട്ടുണ്ട്. കണ്ട ബോർഡേഴ്സ് ഒന്നും കാണാനില്ല, ആ രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ്, ഫ്ലെക്സ് ഡിസ്പ്ലേ ആണ്. അതായത് മടങ്ങുന്ന തരത്തിലുള്ള, മടക്കിയൊക്കെ വെക്കാവുന്ന, ഫ്ലെക്സ് മോഡിലൊക്കെ വെക്കാവുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ്. ഫോൾഡ് ആണല്ലോ, അതങ്ങനെ ആയിരിക്കണം. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 1 to 120 ആ രീതിയിൽ നമുക്ക് റീഫ്രഷ് റേറ്റ് അഡാപ്റ്റീവായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ വളരെ നല്ല ക്വാളിറ്റിയിൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയ ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും കുഴപ്പമില്ല. ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് പുറത്തൊക്കെ പോയി കുറച്ച് സെൽഫി ഒക്കെ എടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. വിസിബിലിറ്റിയിലൊന്നും ഇഷ്യൂസ് കണ്ടില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. കവർ ഡിസ്പ്ലേ 6.2 ഇഞ്ച് ആണ്. അതും നല്ല ക്വാളിറ്റി HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ തന്നെയാണ്. അവിടെയും 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്, ഒരു ഇഷ്യൂ ഇല്ല. സോ ഡിസ്പ്ലേയുടെ ഒക്കെ ഒരു ലുക്ക് ആൻഡ് ഫീൽ മനസ്സിലായല്ലോ. മെയിൻ ഡിസ്പ്ലേയുടെ അകത്ത് ക്യാമറ ഉണ്ട് കേട്ടോ. ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 4 മെഗാ പിക്സലിൻ്റെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ കൊടുത്തിട്ടുണ്ട്, വീഡിയോ കോളിംഗ് പർപ്പസ് പോലുള്ള കാര്യങ്ങൾക്ക്. നല്ലത് കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. മെയിനായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ഇതിൻ്റെ മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ ക്യാമറ കൊണ്ട് തന്നെ പറ്റും. അത് ഞാൻ ക്യാമറയുടെ ഭാഗത്ത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ എന്തിനാണ് ക്യാമറയുടെ ഭാഗത്തേക്ക് വെക്കണേ? ഇപ്പം തന്നെ ക്യാമറയുടെ ഭാഗം പറയാം, അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഈ ക്യാമറയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യാമറ നമുക്ക് മെയിൻ കവർ സ്ക്രീനിൽ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ മെയിൻ ക്യാമറ ഇൻ്റർഫേസിലേക്ക് എത്തുക. അതിനുശേഷം ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണുന്ന സെൽഫിയുടെ ഐക്കണിൽ, അല്ലെങ്കിൽ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് സെൽഫി മോഡിലേക്ക് മാറും. മെയിൻ ക്യാമറ ഉപയോഗിച്ച് സെൽഫി എടുക്കാവുന്ന രീതിയിലേക്ക്. ഇനി ഫോൺ തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ക്യാമറയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ കവർ സ്ക്രീനിൽ നമ്മുടെ പ്രിവ്യൂ കാണുന്നത് കൊണ്ട് നമുക്ക് സെൽഫി പോലെ ഈ ഫോൺ പിടിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് സെൽഫി എടുക്കാൻ പറ്റും. വേറെ ലെവൽ സെൽഫി ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലും അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ ക്യാമറയുടെ അഡ്വാൻറ്റേജ് എന്ന് ഓർക്കണം. 8Kയിൽ വരെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, സെൽഫിയിൽ 8K വീഡിയോ. അതേപോലെ വൈഡ് ആംഗിൾ ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും നിങ്ങൾക്ക് സെൽഫിയിൽ ഉപയോഗിക്കാം. 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും നിങ്ങൾക്ക് സെൽഫിയിൽ ഉപയോഗിക്കാം. സോ ഹോൾ മെയിൻ ക്യാമറ സെറ്റപ്പ് സെൽഫിക്ക് വേണ്ടി റെഡിയാണ്. ഇവിടെ സാമ്പിളുകളൊന്ന് കണ്ടാലോ? ഞാനിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതവിടെ കണ്ടു നോക്കാം. മെയിൻ ക്യാമറ ഇമേജുകൾ എങ്ങനെയുണ്ട്? 5 മണിക്ക് ശേഷമാണ് ഞാൻ സത്യത്തിൽ ഈ ഫോട്ടോ എടുക്കുന്നത്.
ആ ഒരു ടൈമിലെ ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം. ആ ലൈറ്റിൽ ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോസും നിങ്ങൾക്ക് കാണാം. നല്ല ക്വാളിറ്റി വീഡിയോസ് 4K 30 FPS വീഡിയോസ് എടുക്കാം. ഇതേപോലെ തന്നെ മെയിൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സെൽഫി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി അല്ല, മെയിൻ ക്യാമറ സെൽഫി ക്യാമറയായിട്ട് പിടിച്ചുകൊണ്ടുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്? വേറെ ലെവൽ, എനിക്കിഷ്ടമായി. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്ത സെൽഫീസും നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി വീഡിയോ, ഇത് മെയിൻ ക്യാമറ നമ്മൾ സെൽഫി ക്യാമറയായിട്ട് കാഷ്വലായിട്ട് പിടിച്ചെടുക്കുന്ന വീഡിയോ ആണ്. സെൽഫി വീഡിയോയ്ക്കൊക്കെ ഇത് അടിപൊളി ക്വാളിറ്റിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ പറയാൻ ഇപ്പോൾ പറ്റില്ല, കാരണം ഇത് കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു സിറ്റ് ഔട്ടിലെ ഒരു ആവറേജ് ലൈറ്റിംഗ് കണ്ടീഷൻ നിന്നിട്ട് ഇതിൻ്റെ മെയിൻ ക്യാമറ സെൽഫി ക്യാമറ ആക്കിക്കൊണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്? എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ വിശദമായിട്ട് പറയാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇത് മെയിൻ ക്യാമറയുടെ നല്ല ലൈറ്റ് ഉള്ള സിറ്റുവേഷനിലെ, അതായത് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിന്റെ സെറ്റപ്പിലുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കുറച്ച് നേരത്തെ കണ്ടത് ഈ ഒരു ക്യാമറ സെൽഫി പോലെ പിടിച്ചിട്ട് ആവറേജ് ലൈറ്റിലായിരുന്നു. ഇപ്പോൾ സഫീഷ്യൻ്റ് ആയ ലൈറ്റ് ഉള്ളപ്പോഴാണ്. എങ്ങനെയുണ്ട് സംഗതി? സോ ക്യാമറ, മെയിൻ ക്യാമറ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാന്നുള്ളത് കൊണ്ട് തന്നെ, അതും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ളത് കൊണ്ടും നമുക്ക് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് ഗംഭീരമെന്ന് പറയാം. പിന്നെ നോർമൽ സെൽഫി ക്യാമറ 10 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ ഇവിടെ കാണാം. ഈ കാണുന്ന തരത്തിൽ നല്ല ക്വാളിറ്റി സെൽഫീസ് നിങ്ങൾക്ക് നോർമൽ ഇതിൻ്റെ കവർ സ്ക്രീനിലുള്ള സെൽഫി ക്യാമറ കൊണ്ടും എടുക്കാം കേട്ടോ. 10 മെഗാപിക്സലിൻ്റെ ടെലഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 30x വരെ ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സൂം ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. എന്തായാലും ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. കാരണം ഇതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും റിവ്യൂ വരുമ്പോൾ ആ റിവ്യൂയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്യും. സോ ചോദ്യങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് സേഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടുന്ന വേറൊരു സംഗതി കൂടി അവർ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കേസ് അടങ്ങുന്ന ഒരു ബോക്സ്. കേസ് മാത്രമല്ല, പേനയും അയച്ചു തന്നുണ്ട്. എസ് പെൻ അതും കൂടി ഉൾപ്പെടുന്നുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് പാക്കുകൾ കാണാം. അത് ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേസ് ഇരിക്കുന്നത്. 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കേസിൽ വെച്ചിരിക്കുകയാണ്. ഒരിത്തിരി കൂടി ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. ആ ഒരു സുഖം കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ കേസിലിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഈ രീതിയിലായിരിക്കും നിങ്ങൾ കേസിലിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടാവുക. പിന്നെ ഇതിൻ്റെ പുറകിൽ നമുക്ക് സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ 2 പീസ് കാണുന്നില്ല, ഒരെണ്ണം തുറക്കാവുന്നതാണ്. ഇത് സ്റ്റാൻഡാണ്. കണ്ടോ, ഈ രീതിയിൽ തുറന്ന് സ്റ്റാൻഡായിട്ട് നമുക്ക് താഴെ വെക്കാം. ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാം. ഫുൾ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാൻഡിൽ വെക്കുകയാണെങ്കിൽ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് നൈസായിട്ട് സിനിമ കാണാനോ വീഡിയോ കാണാനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് സ്റ്റാൻഡ് മാത്രമല്ല, ഇത് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്കിവിടെ പെന്നിൻ്റെ സെറ്റ് വെക്കാം. അതായത് വേറൊരു ബോക്സിൽ പെന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആ ബോക്സ് ഇവിടെ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് പെന്നിൻ്റെ ബോക്സ്. അതിനകത്ത് പെന്നും അത് വെക്കുന്ന ഒരു കേസ് പോലത്തെ സംഗതിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു കേസിൻ്റെ ബാക്കിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ പേന അടക്കമാണ് നമ്മുടെ ഫോൾഡ് 4 സെറ്റായിരിക്കുന്നത്. പക്ഷേ വെയിറ്റും തിക്കൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്കെന്തായാലും ഞാനിതൊന്നും ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ അങ്ങോട്ട് അടർത്തി മാറ്റുകയാണ്. സോ അപ്പോൾ അതൊക്കെ ഉണ്ട്. പേനയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കാണാം. നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് എഴുത്തും കാര്യങ്ങളും പേനയുടേതായ എല്ലാ യൂസും ഇവിടെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും വാങ്ങിച്ച് ആ കേസും പേന അടക്കുന്ന സംവിധാനം വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കുറച്ചധികം ഫീച്ചേഴ്സും പവറും പെർഫോമൻസും ഒക്കെ പറയണ്ടേ. പെർഫോമൻസിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ദ ടോപ്പ് മോസ്റ്റ് ആൻഡ്രോയിഡ് പ്രൊസസ്സറാണ് ഈ 8+ Gen 1. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഓൾറെഡി നമുക്ക് അറിയാം. മികച്ച പെർഫോമൻസ് ആണ്. ഓവർ ഹീറ്റിംഗ് ഇല്ല, ഓവർ ബാറ്ററി ഡ്രെയിൻ ഇല്ല. 4nm പ്രോസസ് ടെക്നോളജിയാണ്. ഏറ്റവും നല്ല ബാറ്ററി എഫിഷ്യൻ്റായ പവർഫുള്ളായ പ്രൊസസ്സറാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് കവർ സ്ക്രീനിലായാലും ഇൻറ്റേർണൽ ഡിസ്പ്ലേ, ആ വലിയ ഡിസ്പ്ലേയിലായാലും ഒക്കെ നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ്. ഗെയിമിംഗ് ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ പ്രൊസസ്സർ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ കാണുന്ന തരത്തിൽ വേറെ ലെവൽ ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും. അത് കവർ സ്ക്രീനിലും നിങ്ങൾക്ക് ഗെയിം കളിക്കാം, മെയിൻ സ്ക്രീനിലും കളിക്കാം. സോ പെർഫോമൻസിൻ്റെ ഭാഗത്തൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ആൻഡ്രോയിഡ് 12 ആണ് ഇതിൽ വരുന്നത്. One UI 4.1.1. അതായത് ആൻഡ്രോയിഡ് L എന്ന് പറയുമ്പോൾ ഈ ഫോൾഡുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ OS സെറ്റപ്പാണ്. അതിൻ്റെതായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് താനും. ഈ ഫോൾഡായിട്ടൊക്കെ വെച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ, ഫോൾഡ് മീൻസ് ഫ്ലെക്സ് മോഡിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ നമുക്ക് ഫ്രണ്ടിൽ കാണാം, താഴെ കൺട്രോൾ കാണാം. ക്യാമറ ആണെങ്കിലും എല്ലാം നമുക്ക് ഒരു വശത്ത് ഫുൾ സ്ക്രീനും താഴെ കൺട്രോളുമായിട്ട് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മൾട്ടി ടാസ്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
അതും ഇതിനകത്ത് ഗംഭീരമായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം ഞാനിവിടെ ഗാലറി ഒരു സൈഡിൽ ഓപ്പൺ ചെയ്തിട്ടാണ്, കോൺടാക്റ്റ് ഒക്കെ ഒരു സ്ഥലത്ത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ ഒന്നിലധികം ആപ്ലിക്കേഷനുകൾ നമുക്കിവിടെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നൈസായിട്ട് ഉപയോഗിക്കാം. സോ അങ്ങനെ നമുക്ക് പല തരത്തിലുള്ള മൾട്ടി ടാസ്കിങ് 3 ആപ്ലിക്കേഷനുകൾ വരെ ഒരേ സമയത്ത് സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി ഫീച്ചറുകൾ, ഇതുകൊണ്ട് ഒട്ടനവധി ഉപയോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൾട്ടി ടാസ്കിങ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് ആപ്പ് തുറന്നാലും ഒരു കാര്യം നമുക്ക് താഴെ ശ്രദ്ധിക്കാം, ടാസ്ക് ബാർ കണ്ടോ, ഒരുപാട് ആപ്ലിക്കേഷനുകൾ അടങ്ങുന്ന ടാസ്ക് ബാർ താഴെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് മെനു അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡ്രോയുടെ ഐക്കണും വരുന്നുണ്ട്. മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട് ഈ ഒരു പുതിയ ഗാലക്സി Z Fold 4ലേക്ക് വന്നപ്പോൾ. ഇനി ഇതിൻ്റെ ബാറ്ററി 4400 mAh ആണ്. ബാറ്ററി ലൈഫ് നോർമലി ഇത് ഫോൾഡ് നമുക്ക് മടക്കി വെച്ചുകൊണ്ട് നോർമലി ഇങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ അധികം ബാറ്ററി ഡ്രെയിൻ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഞാനൊന്ന് നോക്കട്ടെ, വിദേശം നോക്കിയിട്ട് വിശദമായിട്ട് ഇതിൻ്റെ റിവ്യൂ വീഡിയോയിൽ കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വയർലെസ് ചാർജിങ് 15 വാട്ടിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ റിവേഴ്സ് വയർലെസ് ചാർജിങ് 4.5 വാട്ടിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങും എല്ലാം ഉണ്ട്, ആവശ്യത്തിനുള്ള സംഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി സാംസങ് നോക്സ് പോലുള്ള കാര്യങ്ങൾ, നോക്സ് വോൾട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സേഫ് ആൻഡ് സെക്യൂർ ആണ്, നല്ല ഒരു സാംസങ് ഫോണാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഒരു ഇഷ്യൂ ഇല്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം. ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. നിങ്ങൾക്ക് മുകളിലും താഴെയും സ്പീക്കറുകൾ കാണാം. പിന്നെ ഈ ഒരു ഫോൺ 3 കളറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഒന്ന് ഗ്രേ ഗ്രീൻ, അതേപോലെ ഫാൻറ്റം ബ്ലാക്ക്, പിന്നെ ബീജ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ S22 അൾട്ര വന്നപ്പോൾ ഞാനൊരു കളർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അൺബോക്സിംഗ് വീഡിയോ, ബർഗണ്ടി കളർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ആ ഒരു കളറും ഇതിൽ കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങൾ സാംസങ്ങിൻ്റെ സൈറ്റിൽ പോയി ഓർഡർ ചെയ്യേണ്ടി വരും, അവിടെ തന്നെ ഇത് കിട്ടുള്ളൂ തോന്നുന്നു. എക്സ്ക്ലൂസീവ് ആണ് സംഭവം. ഇനി ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഓഫേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 GB 256 GB വേരിയന്റിന് 1,54,999 രൂപയാണ്. എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ പ്രധാനമായിട്ടും ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. കൂടുതൽ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും യൂസ് ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ യൂസ്ഡ് റിവ്യൂ വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. എന്തൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ഗാലക്സി Z Fold 4ൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.